ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന ഇന്ത്യ ബഹിരാകാശ മേഖലയിലെ നിർണായക ചുവടുവയ്പ്പുകൾക്കായുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുകയാണ്. ഒപ്പം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഒഡീഷ തീരത്ത് വെച്ചാണ് പരീക്ഷണം നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് എക്സ്പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണവും പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലായിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റിന്റെ പരീക്ഷണം. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മോഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിയുമോ എന്നാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃക പുറത്തിറക്കിയത്. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കുക. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്തിലെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BAS പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.